ജീവിതത്തിൽ ഉയരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? വലിയ പുള്ളിയാണെന്ന ഭാവം കളയുക. എൻ്റെ അത്രയും വലിയ വീട് ആർക്കുണ്ട്? ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ഈ പള്ളിയിലെ ഏറ്റവും വലിയ ആൾക്കാർ ഞങ്ങളാണ്, ഈ ഭാവം കള. എന്നിട്ട് ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്ക്. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിന്നിലൂടെ, ആ വാക്ക് മറക്കുമോ? ആരിലൂടെ? പ്രാർത്ഥിക്കുന്ന എന്നിലൂടെയാ നാളെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. വചനം കേൾക്കുന്ന നിങ്ങളുടെ മക്കളിലൂടെയാ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. രണ്ട് കരങ്ങളും നമുക്ക് ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കണം. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും. അതെൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. ഇന്നെത്ര പിറകിലാണേലും നിന്നെ മുമ്പിലെത്തിക്കാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നു. ഇന്ന് എത്ര പിറകിലാണേലും നിന്നെ മുമ്പിലെത്തിക്കാൻ, എവിടെയൊക്കെ, ശുശ്രൂഷയിലാണേലും സാമ്പത്തികത്തിലാണേലും കുടുംബകാര്യത്തിലായാലും മക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണേലും, ഇന്ന് ഒത്തിരി പുറകിലാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എത്ര പിറകിലാണേലും, എത്ര പിറകിൽ ഏതു കാര്യത്തിലാണെങ്കിലും ആ വാക്കിലൂടെ ഒന്ന് മനസ്സ് കടന്നുപോയി. ഇവിടെ പല കാര്യത്തിലും പിറകിലായവരുണ്ട്. സ്വന്തക്കാരുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ, ഭർത്തൃ വീട്ടുകാരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, മരുമക്കളുടെ മുമ്പിൽ, കൊച്ചുമക്കളുടെ മുമ്പിൽ, പല പ്രതിസന്ധികളിൽ പലതിലും പിറകിലായവരുണ്ട്. അവരോടൊക്കെ ദൈവത്തിൻ്റെ ഒരു ദൂത് പറയുകയാണ്, ഒരു സ്വരം അറിയിക്കുകയാണ്. ഇന്നെത്ര പിറകിലാണേലും നിങ്ങളെ ദൈവത്തിന് മുൻപിലെത്തിക്കാൻ പറ്റും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ച ദിവസമാണിന്ന്. നിനക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസമായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒത്തിരി ചൂടും പരവേശമൊക്കെയുള്ള ഇതിനകത്ത് ഇങ്ങനെ അകത്തിരിക്കുന്നത്, പറയാനാണെങ്കിൽ ഒരുപാട് വേദനകൾ എനിക്ക് പറയാനുണ്ട്. എനിക്കൊത്തിരി കാര്യങ്ങൾ സർവശക്തനോട്, നല്ല തമ്പുരാനോട് പറയാനുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ചിലർ പറഞ്ഞു തീരുകയില്ല. അവരുടെ വേദനകൾ കെട്ടുകെട്ടായി അടുക്കി വച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അഴലേറും ജീവിതമരുവിൽ തളരുകയോ ഇനി സഹചരെ, ഒരിക്കലും തളരരുതെന്ന് പറഞ്ഞ്. നമ്മുടെയൊക്കെ വീടുകളിലെ പൊട്ടിയ പാത്രങ്ങളുണ്ട്, വേണ്ടാത്ത ചീനച്ചട്ടിയുണ്ട്, കളറ് പോയ കൊള്ളാത്ത ചോരുന്ന പാത്രങ്ങളുണ്ട്, കപ്പുകളുണ്ട്, തവിയുണ്ട്. ഇതെല്ലാം നമ്മൾ അടുക്കി പെറുക്കുമ്പോൾ ആ വീടിനകത്തുനിന്ന് പെറുക്കി കൂട്ടി പറമ്പിൽ അങ്ങ് തെങ്ങൻ ചോട്ടിലും വാഴച്ചോട്ടിലൊക്കെ കൂട്ടി വെച്ചേക്കും. പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർ ചോദിക്കും, പഴയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സാധനമുണ്ട്, ഇത് അപ്പുറത്ത് ആ വാഴയുടെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയും. ഞങ്ങൾ അങ്ങോട്ട് ആ മരത്തിൻ്റെ ചോട്ടി കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയും. നമ്മുടെ വീടിനകത്തുള്ള പൊട്ടിയതും കളറ് പോയതും ഉപകാരമില്ലാത്തതിനെയും പുറത്തെടുത്ത് ആക്രിക്കാരൻ അത് എടുത്തു കൊടുക്കും. ഇതുപോലെ നമ്മുടെ മനസ്സിനകത്തുകൊണ്ട് എടുത്ത് പുറത്ത് കളയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇല്ലേ? കുറേ സങ്കടങ്ങൾ ചുമന്നുകൊണ്ടല്ലേ നടക്കുന്നത്. അന്നുണ്ടായ സഹനം, അന്ന് പറഞ്ഞ വാക്ക്, അന്ന് ബുദ്ധിമുട്ടിച്ച കാര്യം, അന്ന് എടുത്തടിച്ച് പറഞ്ഞ വാക്കുകൾ, ഇതെല്ലാം ഇങ്ങനെ പഴയ കുറേ സങ്കടങ്ങൾ മനസ്സിനകത്തിങ്ങനെ അടുക്കി വച്ചിരിക്കുക. വീടിനകത്ത് വേണ്ടാത്ത പാത്രങ്ങളെ പറമ്പിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് പോലെ വാഴച്ചുവട്ടിലും ആ
വീടിൻ്റെ പുറകുവശത്തും കവുങ്ങിൻ്റെ ചോട്ടിലും തെങ്ങിൻ്റെ ചോട്ടിലും ഒക്കെ കൊണ്ട് കൂട്ടിവെക്കും. അത് പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർക്കത് വെറുതെയോ തൂക്കിയോ വിറ്റേക്കും കിട്ടുന്നത് മതിയെന്ന് പറയും. വേണ്ടാത്ത സങ്കടങ്ങളെ എടുത്തു കളഞ്ഞ് നിങ്ങൾക്ക് വേദനകൾ തന്ന ആ വേദനിപ്പിച്ച സംഭവങ്ങളെ ഇന്നെടുത്ത് പുറത്തു വെക്കണം. അതകത്തിരുന്നാൽ അതിൽ നീറി 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 ഡൗൺ ആകും കേട്ടോ. പുറമേ ചിരിക്കുന്ന പലരും അകമേ കരയുന്നവരുമാണ്. പുറമേ അവർ എന്താ ചിരി, എന്താ സന്തോഷിച്ചുള്ള വർത്താനം, നമ്മൾ വിചാരിക്കും അവർ സൗഭാഗ്യത്തിലാണെന്ന്. പക്ഷെ അടുക്കുമ്പോൾ അവർക്ക് പുറമേയുള്ള ഒരു ചിരി മാത്രമേ ഉള്ളൂ. അകമേ അവർ കരയുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും അടച്ച് ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സമയമാണ്. ഇന്ന് എനിക്ക് ദൈവം തന്ന സമയമാണ്. ഇന്ന് എനിക്ക് ദൈവം ഒരുക്കിയ സമയമാണ്. എന്തൊക്കെയോ ചില നന്മകൾ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ചേർന്നൊന്ന് പാടിയേ. നീ അർത്ഥമറിഞ്ഞ് പാടി. ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുമയുള്ളോ കണ്ണിൻ മണി പോലെ ഇതനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിന്നെ വിളിച്ചവനുമയുള്ളോ കണ്ണിൻ മണി പോലെ ഒരിക്കൽ കൂടി പാടിയേ. എന്നെ വിളിച്ചുവെന്ന് പറഞ്ഞേ. എന്നെ വിളിച്ചവനുമയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ കാർമുകിൽ ഏറെ ആകാശത്തുണ്ടേലും കാണുന്നില്ലേ നിനക്കായി ദൈവം ഒരുക്കിയൊരു മഴവില്ല്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് ഇടി വെട്ടി പെയ്യുന്ന മഴ പോലെ ആകാശം ഇരുണ്ട് മൂടിക്കിടക്കുന്നു. പക്ഷെ അതിനിടയിലും കാണുന്നില്ലേ നിനക്കായി ദൈവമൊരുക്കിയ മഴവില്ല്. അത് കാണാനാണ് ദൈവം എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നിരുത്തിയത്. ആകാശത്ത്, ജീവിതത്തിൻ്റെ ആകാശത്ത് കറുത്ത് മൂടിക്കിടക്കുന്ന മഴക്കാറ് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നവരാ പലരും. അതാ പറഞ്ഞത്, പറയാനാണെങ്കിൽ ഒരുപാട് വേദനകൾ എനിക്ക് പറയാനുണ്ട്. സന്തോഷത്തെക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേദനകളാണ്, സങ്കടങ്ങളാണ്. എന്നെ കേൾക്കാൻ ആരുമില്ല. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഭയങ്കര മഴക്കാറാണ്, ഇന്ന് മഴയുണ്ട്, പക്ഷെ കാണുന്നില്ലേ ഒരു മഴവില്ല്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടൊന്ന് പാടിയേ. കാർമോകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാമോ? കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. ഒരിക്കൽ കൂടി പറഞ്ഞേ. കാണുന്നില്ലേ മഴവില്ലതിന്മേൽ.
എല്ലാവരും ചേർന്ന് പാടി. ജീവിതമരുവിൽ നീ തളരുകയോ അതുകൊണ്ട് ആ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടുകയാണ്. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ വിളിച്ച നല്ല ദൈവം, ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയവരാണ് നമ്മൾ. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ ദൈവം ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഈ ശബ്ദം കേൾ. പണിയില്ലാത്തത് കൊണ്ടോ തിരക്കില്ലാത്തത് കൊണ്ടോ ജോലിയില്ലാത്തത് കൊണ്ടോ വെറുതെ ഇരുന്നത് കൊണ്ടോ അല്ല. ദൈവം എന്നെ വിളിച്ച ഉണ്മയുള്ള ഒരു ദൈവം, വിശ്വസ്തനായൊരു ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത്. എവിടെ ഇരുന്നുമാകട്ടെ, പല പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ കരങ്ങൾ വെച്ച് പറഞ്ഞ് പാടി. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് പറഞ്ഞു പാടിയേ. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ ജീവിതത്തിൽ നിന്ന് വിശ്വസിച്ച് പാടുമോ? എന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ. രണ്ടു കരവും അല്പം ഉയർത്തിപ്പിടിക്കാമോ? ജീവിതത്തിൻ്റെ മുകളിൽ കാർമുകിൽ പോലെയുള്ള അന്തരീക്ഷം, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ജീവിതം മുഴുവൻ ആകെ മൂടി കെട്ടിക്കിടക്കുന്നത് പോലെ വീട്ടിലേക്ക് കയറുമ്പോഴേ ഒരു മരിച്ച വീട്ടിലേക്ക് കയറുന്ന പോലെ. ആരുടെയും മുഖത്ത് ഒരു ചിരി കാണുന്നില്ലല്ലോ, ആരുടെയും മുഖത്തൊരു നല്ല വാക്ക്, ഒരു നല്ല വാക്ക് പോലും കിട്ടാതെ തകർന്നിരിക്കുന്നവരുണ്ട്. എത്ര നാളായി എന്നോട് ഈ മനുഷ്യൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും കുറ്റവും കുറവും, എല്ലാത്തിനും കുറ്റവും കുറവും. പക്ഷെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കാണാൻ കഴിയും അതിന്മേലൊരു മഴവില്ല്. രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണുകളെ അടച്ചൊന്ന് പറഞ്ഞേ. കാണുന്നില്ലേ, കാണുന്നില്ലേ മഴവില്ലതിൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞേ. കാർമോകിലേറെ കരേറുകിൽ കാണുന്നില്ലേ, കാണുന്നില്ലേ മഴവിൽ. രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എന്തു വലിയ പ്രശ്നമാകട്ടെ, എന്തു പ്രതിസന്ധികളാകട്ടെ, ഇന്ന് എത്രയും പിറകിലാകട്ടെ, നിന്നെ മുമ്പിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ മുമ്പിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, ചിലതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതുമാണ്. ചിലതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, ചിലതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ശുശ്രൂഷ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ ആലയം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. ദൈവം ഒരുക്കും. രണ്ട് കരങ്ങളും ഉയർത്തി. ഉയർമലയോ താൾ നിലമോ എന്തുമാകട്ടെ, ഈരടിലും എൻ്റെ ദൈവം തന്നെ, നീരേ എൻ ദേവൻ. രണ്ടു കരങ്ങളും ഉയർത്തി അധരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. സ്തുതിച്ചു പ്രാർത്ഥിച്ച്, സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈ സമയം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാനിടയാകട്ടെ. ഹൃദയം ഉറുകി പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. വിശ്വസിക്കുന്നു. ശബ്ദം ഉയർത്തി. രണ്ട് കരങ്ങൾ താഴ്ത്തി. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉയർമലയോ സമവെളിയോ ഇരടിലും നീരേ എൻ ദേവൻ. രണ്ട് കരം ഹൃദയത്തോട് ചേർത്ത്. ഉയർമലയോ സമവെളിയോ
ഇരടിലും ഇരതിലും നീരേ ഇരടിലും നിലയിലും ആരാധിച്ചിടുവേ എന്നേശുവേ മുഴു മനസ്സോടെ ആരാധിച്ചിടുവേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? നിങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന ഒരു സമയവും സാഹചര്യവുമാണ്. ഇതിനകത്ത് ചിലപ്പോൾ ഇച്ചിരി ചൂടൊക്കെ കൂടുതൽ കാണും. എല്ലാ ഫാനും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനൊന്നും നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകാം. സാരമില്ല. എപ്പോഴേലും ഉറക്കം തെളിയുമ്പോൾ 2-3 പോയിൻ്റെങ്കിലും കേൾക്കും. അതുമതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. ഒന്നും എല്ലാവർക്കും ഉള്ളതല്ല. ചിലപ്പോൾ അയാൾ 1 മണിക്കൂർ പ്രസംഗിച്ച് ഞാൻ ആകെ 2 മിനിറ്റേ കേട്ടുള്ളൂ. ആ 2 മിനിറ്റ് കേട്ട വചനം മതിയാകും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകാൻ. എല്ലാവർക്കും ഉള്ളതല്ല. ചിലത് കേൾക്കുമ്പോൾ തോന്നും ഇതെന്നെക്കുറിച്ച് തന്നെയാണല്ലോ. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ പഴയ പാത്രങ്ങളുണ്ട് ഇല്ലേ? ചീനച്ചട്ടി പഴയതാണ്. അതല്ല, ഇന്ന് പഴയതാണ്, അതിൻ്റെ കുഴ പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ അങ്ങ് കൊണ്ട് വാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചില പുട്ടുകൂടം ഇന്ന് വാഴച്ചോട്ടി കിടപ്പുണ്ട്. അത് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കണമെന്ന് വിചാരിച്ച് ആക്രിക്കടക്കാരന് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. വീട്ടിലകത്തെ പൊട്ടിയ ബക്കറ്റ്, പൊട്ടിയ കപ്പ് ഒന്നും അകത്ത് വച്ചിട്ടില്ല. നമ്മുടെ വീട് പൊട്ടിയതൊന്നും നമ്മുടെ വീടിനകത്ത് വെക്കത്തില്ല. അതുകൊണ്ട് പുറത്തിടാൻ പറയും. ജീവിതം നോക്കിക്കേ, പൊട്ടിയതെല്ലാം കൊണ്ട് നടക്കുക. പൊട്ടിയ പാത്രം, പൊട്ടിയ കപ്പ്, ഇതെല്ലാം കുറേ അനുഭവങ്ങൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, എല്ലാം അകത്ത് വച്ചിട്ടുണ്ട്. ആ അകത്ത് വച്ചതാ പലതും നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വേറൊന്നും കഴിഞ്ഞില്ലേലും വേണ്ടാത്തതിനെ എടുത്ത് പുറത്ത്, ജീവിതത്തിൽ നിന്ന് പുറത്ത്, അത് കയ്പ് തരുന്നത് അതിനെ പുറത്ത് കളാം. ആ ദുഃഖം വേണ്ട. ആ സങ്കടം തന്ന ആ മനുഷ്യനില്ലേ, മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കയ്പ് തന്ന ആ വർത്താനം പറഞ്ഞില്ലേ, അത് കുറേ നാളായില്ലേ അകത്തിരുന്നിങ്ങനെ വല്ലാതെ വേദന, അത് കള. അത് നിങ്ങളെ നശിപ്പിക്കും, പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പോലെയാകും ചിലതൊക്കെ. ജീവിതത്തിൽ നിന്ന് മാറ്റി കളയണം. ഹല്ലേലൂയ. അതുപോലെ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആളുകളോട്, കുറച്ച് പേരോട് പ്രാർത്ഥിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി പേര് കുടുംബജീവിതം നയിക്കുന്നവരാണ്, ഭാര്യയും ഭർത്താവുമൊക്കെയാണ്. ഒത്തിരി പേര് സങ്കടത്തിൽ പറയാറുണ്ട്, എൻ്റെ ഭർത്താവിന് സത്യസന്ധമായൊരു സ്നേഹമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആ പുള്ളിക്കൊരു സ്നേഹമില്ല. ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ളൊരു കൃപ ലഭിക്കട്ടെ. ഹൃദയം കൊണ്ട്, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ഹൃദയം കൊണ്ട്. എന്ത് സ്നേഹമാണ്? അത് മനസ്സിലാക്കിയുള്ള സ്നേഹമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ്? അത് കയ്യിലുള്ള പണത്തെയോ കളറിനെയോ ഒന്നുമല്ല സ്നേഹിക്കുന്നത്. അത് ആ മനുഷ്യനെ മനസ്സിലാക്കിയുള്ള സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളിൽ വർദ്ധിക്കേണ്ടത്. ചില ആളുകൾ രക്ഷപ്പെടാൻ കുറവുകളോടെ അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി, അവർ ചുമ്മാ രക്ഷപ്പെട്ടോളും. ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ നല്ലൊരു വാക്ക് മതി, ധൈര്യമായിട്ടിരിക്കുക, നീ രക്ഷപ്പെടും. ആ വാക്കേ തന്നെ ആൾ തീ പിടിക്കും, രക്ഷപ്പെട്ടു പോവും. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും പറയും, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഈ മനുഷ്യനൊരു നല്ല വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും കൊതിക്കുന്നൊരു കാര്യമാണ് നല്ലൊരു വാക്ക്. നല്ലൊരു വാക്ക്. അതെനിക്കും നിങ്ങൾക്കും നല്ലൊരു വാക്ക് പറയാൻ ദൈവം സഹായിക്കട്ടെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയുള്ള സ്നേഹമാണ്? ഹൃദയം കൊണ്ടുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതൊരാളെ മനസ്സിലാക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യമാണ്, ഇതൊരു ആമുഖമാണ് കേട്ടോ. പ്രസംഗം പറയുവാൻ വരികയാണ്. ആ വചനം ഞാൻ നിങ്ങളോട് പറയും. നമുക്ക് രണ്ട് കണ്ണിനും മാത്രം പോരാ കാഴ്ച. നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ടും കണ്ട് നമ്മളെടുത്ത പല തീരുമാനങ്ങളും തെറ്റാണെന്ന് ഈ കണ്ട പ്രായം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ അല്ല ഈ വർഷം പലരും. 5 വർഷം മുമ്പ് കണ്ടതുപോലെ അല്ല ഇന്ന് ആളുടെ സ്വഭാവം, പെരുമാറ്റമൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. അന്ന് കണ്ടതുപോലെ അല്ലല്ലോ ഈ പുള്ളി ഇപ്പം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ടും നമ്മളെല്ലാം കാണുന്നവരാ. വേറെ കുറച്ച് കണ്ണുകൾ കൂടി നമുക്ക് വേണം. ഈ ഭാഗത്തൊരു 2 കണ്ണ് വേണം. അതാണ് ചില കാര്യങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ടും കൂടെ കാണണം. ആ 2 കണ്ണും കൂടെ പോയി. ഇപ്പം എത്ര കണ്ണായി? 1, 2, 3, 4. ഇനി 2 കണ്ണ് വേണം നമ്മുടെ ഈ ഭാഗത്ത്. ബുദ്ധി കൊണ്ടും കാണണം. തീർന്നില്ല, ഇപ്പം 6 കണ്ണായി. 2, 4, 6, 8 കണ്ണ് വേണം. ഇനി ദൈവത്തോടുള്ള ബന്ധത്തിലും അതിനെ ഒന്ന് കാണണം. അപ്പോൾ കറക്റ്റ് പിടികിട്ടും ഇതാരാണ്, ഈ മനുഷ്യൻ എന്താണ്, ഈ ഉദ്ദേശം ശരിയാണോ, പുള്ളി എന്തിനാ വന്ന് കൂടിയിരിക്കുന്നത്. എത്ര കണ്ണുകൊണ്ട് കാണണം? 8 കണ്ണുകൾ കൊണ്ട് കാണണം. തെറ്റിദ്ധരിക്കരുത്. മനസ്സുകൊണ്ടും കാണണം. ഈ 2 കണ്ണുകൊണ്ടും കാണണം, ബുദ്ധി കൊണ്ടും കാണണം. ഇനി അതിനെയെല്ലാം നിർത്തിക്കൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിലും അതിനെ കാണണം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ അപ്പനും അമ്മയൊക്കെ അല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കുമ്പോൾ നിങ്ങളും ഇത്രയും സമയം കൊടുക്കണം. ഇത്രയും കണ്ണുകൾ കൊണ്ടൊരാളെ, ഒരു വീടിനെ കാണാൻ സമയം കൊടുക്കണം. തെന്നിത്തെറിച്ച് എടുത്തു ചാടി തീരുമാനിക്കരുത്. 2 കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പുള്ളി കുഴപ്പമില്ല. കുറച്ചു നേരം പ്രാർത്ഥിച്ച് അതേ കാര്യത്തെ, ആ മനുഷ്യനെ, ആ സാഹചര്യത്തെ മനസ്സുകൊണ്ട് കാണണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. കുറച്ചു നേരം കഴിയുമ്പോൾ ബുദ്ധി കൊണ്ടും കാണണം. ഇത്രയും കാര്യങ്ങൾ കണ്ട്, 1 കണ്ണുകൊണ്ട് കണ്ടു, 2, 3 രീതി കണ്ടു. ഇനി കാണണം ദൈവത്തോടുള്ള ബന്ധത്തിൽ അതേ വിഷയത്തെ പ്രാർത്ഥനയിൽ കാണുമ്പോൾ നിനക്ക് പിടികിട്ടും അത് നിനക്കുള്ളതാണോ അതോ നിനക്ക് പറ്റാത്തതാണോ, നമ്മുടെ വീടിന് പറ്റിയതാണോ, ജീവിതത്തിന് പറ്റിയതാണോ, എൻ്റെ സ്വഭാവത്തിന് പറ്റിയതാണോ. എന്നിട്ട് വേണം ഓരോ ഡിസിഷനും എടുക്കാൻ. സാധ്യമാണോ? എല്ലാവരും ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഇത് എനിക്ക് വേണ്ടി കൂടെയാണ്. എനിക്കും ഇതാവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രസംഗിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ബോക്സ് എനിക്ക് വച്ചിട്ടുണ്ട്, ഞാനും കേൾക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 4 ബോക്സേ ഉള്ളൂ, എനിക്ക് തന്നെ 2 ബോക്സ് വച്ചിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഇത് കേൾക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റിപ്പോകത്തില്ല. അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനത്തെ ഓർത്ത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അത് കറക്റ്റായിരിക്കും. കാരണം ദൈവഭക്തന്മാരുടെ ചുറ്റും ദൈവം പാളയമടിച്ച് ദൈവം അവർക്ക് കാവലേർപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് ദൈവം തന്നെ ഏർപ്പെടുത്തും. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ, എത്ര കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം. എന്ത് കാര്യവുമാകട്ടെ. ഭാര്യ പറഞ്ഞു വീട് സ്ഥലവും വിറ്റേക്കാം, എന്നാൽ വിറ്റേക്കാം. വെയിറ്റ് ചെയ്യുക, അച്ഛനുടെ സമയം കൊടുക്കുക. നമുക്ക് കൊച്ചിനെ നീ കാനഡയ്ക്ക് പോവേ, കാനഡയ്ക്ക് പോകുന്ന നല്ലത്. വെയിറ്റ്, കുറച്ച് സമയം അതിനെ കണ്ടു, മനസ്സുകൊണ്ട് കണ്ടു, ബുദ്ധി കൊണ്ട് കണ്ടു, പോരാ. അതിനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ കൂടി ആ വിഷയത്തെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും അത് നിനക്കുള്ള വഴിയാണോ, അത് മുന്നോട്ട് പോകേണ്ടതാണോ, അല്ല അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണോ. ഒരാളുടെയും സഹായം നിനക്ക് ആവശ്യം വരത്തില്ല. ആരും നിങ്ങളുടെ തലയെ കൈവച്ച് ദർശനം പറഞ്ഞില്ലേലും നിനക്ക് പോകേണ്ട വഴി ദൈവം കാണിച്ചു തരും. ഒത്തിരി പേർക്ക്
തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. ഇതിനകത്തും ഇരിപ്പുണ്ട്. ഇപ്പോൾ അവർ പറയുന്നു ഈ കല്യാണം കഴിക്കണ്ടായിരുന്നു, ഈ കല്യാണം കഴിക്കണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരെ അങ്ങപ്പുറത്തല്ല എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ട്. അന്ന് ഈ മനുഷ്യനെ ഇത്രയങ്ങ് ഇഷ്ടപ്പെടണ്ടായിരുന്നു. അന്ന് എനിക്ക് ആര് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറല്ല. പിന്നെ എനിക്ക് പുള്ളിയായിരുന്നു എല്ലാം. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുമോ അത് ഇച്ചിരി വേഗം കൂടിപ്പോയോന്ന്. അന്ന് കണ്ണുകൾ കൊണ്ട് മാത്രമേ കണ്ടുള്ളൂ. പ്രാർത്ഥനയിൽ അതിനെ കണ്ടില്ല, മനസ്സുകൊണ്ട് കണ്ടില്ല. എനിക്കുള്ളതാണോ എന്ന് ഞാൻ ദൈവാലോചന ചോദിച്ചില്ല. ഇന്ന് എനിക്കത് എന്നും വിഷയങ്ങളാണ്. വീണ കുഴിയിൽ വീണ്ടും ആരും വീഴാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന്. രണ്ട്, ഇന്നലെ പറഞ്ഞതാ, എന്നാലും പറയുവാണ്. സാമ്പത്തികം. എന്താ വിഷയം? സാമ്പത്തികം. എല്ലാവർക്കും ആവശ്യമാണ് സാമ്പത്തികം. പണം ഉണ്ടാക്കാൻ ഒത്തിരി പേർക്കറിയാം. അവർ കിണഞ്ഞ് പരിശ്രമിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറില്ല. കർത്താവേ, പണം സമ്പാദിക്കാൻ മാത്രമല്ല കഴിവ് വേണ്ടത്, പണം കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ്. മൂന്നാമതൊരു കാര്യമുണ്ട്, പണം ലഭിച്ച പണം ഉപകാരത്തെ കൊള്ളിക്കാനുള്ള കഴിവ്. ഇത് രണ്ട് കഴിവാണ്. ഇവിടെ ഇരിക്കുന്ന വലിയവർക്ക് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഴിവ് വേണം. എന്തൊക്കെ കഴിവാണ്? പണം സമ്പാദിക്കാനുള്ള കഴിവ്, പണം അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇത്രയും കൊണ്ട് നിൽക്കല്ലേ. ആ നേടിയ പണം അത് ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റണം. ഒരുപാട് പേർക്ക് അവസാനത്തെ ആ കഴിവില്ല. ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റത്തില്ല. അത് അങ്ങോട്ട് വെച്ചു, കുറച്ച് പേർക്ക് വായ്പ കൊടുത്തു, അത് കുറച്ച് പേര് തന്നില്ല. പിന്നെ ഒരാൾ പറഞ്ഞു കേട്ട് അവിടെ ഒരു ബിസിനസ്സിൽ കൊടുത്തു, ഇപ്പോൾ ഒന്നുമില്ല. ആരൊക്കെയോ പറഞ്ഞ വാക്ക് കേട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യരുത്. തോട്ടിലെ വെള്ളം കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടത്. തോട്ടിലെ വെള്ളം ഇങ്ങനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന പോലെ സാമ്പത്തികം കൈകാര്യം ചെയ്താൽ വെള്ളം കയ്യിൽ നിൽക്കാത്തതുപോലെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല. ഒന്നും മെച്ചവും ഉണ്ടാകില്ല, ഒന്നും മിച്ചവും ഉണ്ടാകില്ല. പിന്നെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകും. ഉയർച്ച തടസ്സപ്പെട്ട് കിടക്കും. പ്രാർത്ഥിക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിന് ഈ കഴിവ് വേണം. സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ മാത്രമല്ല, അത് ഉപകാരത്തെ കൊള്ളിക്കാൻ കൂടി ഒരു കഴിവ് തന്നേ എന്നെ ഇവിടെ നിന്ന് മടക്കി വിടാവുള്ളേ എന്ന് പ്രാർത്ഥിച്ച്. ആമേൻ. എത്ര കിട്ടിയാലും നിങ്ങൾക്കൊന്നും തികയൂലല്ലോ. എത്ര കിട്ടിയാലും ഒന്നും മെച്ചമില്ലല്ലോ. എന്തേരെ പൈസ വന്നു, നിങ്ങളതിനെ കൊണ്ടൊരു ഉപകാരത്തിൽ എത്തിച്ചില്ലല്ലോ മനുഷ്യ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ദൈവ കഴിവാണ്. ചിലർ കുറച്ച് പണം കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. ചിലർ ഒത്തിരി പൈസ ഉണ്ടെങ്കിലും ഒന്നും ഉപകാരത്തെ കൊള്ളിക്കത്തില്ല. ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ പൈസ ഇരിപ്പുണ്ട്, പക്ഷെ അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലോർത്തെ. പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. മൂന്നാമത്തേത്, പണം ഉപകാരത്തെ കൊള്ളിക്കാനുള്ളൊരു കഴിവ്. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തിക പ്രശ്നമാണ് ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങളിലൊന്ന്. പല പ്രശ്നങ്ങളും ഉണ്ടായത് ആ പ്രശ്നത്തിൽ നിന്ന് പോലുമാണ്. പല പ്രതിസന്ധികളും ഉണ്ടായത് പണം ഇല്ലാഞ്ഞിട്ടല്ല, പൈസ വരുന്നുണ്ട്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയൊക്കെയോ പാളിപ്പോകുന്നു. അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെച്ചു, അവിടെ കൊടുത്തു, ഇപ്പുറത്ത് കൊടുത്തു, ഒരു കണക്കുമില്ല, തൊപ്പിയില്ല, ഒന്നും കൈ നിൽക്കുന്നില്ല. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, തോട്ടിലെയോ കുളത്തിലെയോ കിണറ്റിലെയോ വെള്ളം കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടത്. വെള്ളം കൈകാര്യം ചെയ്യുന്ന പോലെയാണെങ്കിൽ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഒരു ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റത്തില്ലാതെ വരും. അത് പല അസ്വസ്ഥതകൾക്കും വഴക്കിനും കാരണമാകും. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ, ബുദ്ധി കൊണ്ട് കാണാൻ, മനസ്സുകൊണ്ട് കാണാൻ, കണ്ണുകൾ കൊണ്ട് കാണാൻ,
പിന്നെയോ ദൈവത്തോടുള്ള ബന്ധത്തിൽ അതേ വിഷയത്തെ പ്രാർത്ഥനയിലും കാണാൻ ഒരു നല്ല ദൈവ കഴിവ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് അത് ദൈവം തരുന്ന ദൈവ കഴിവാണ്. അത് ജന്മനാ കിട്ടുന്നൊരു കഴിവ് മാത്രമല്ല, ദൈവം തരുന്ന ദൈവ കഴിവാണ്. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു അനർത്ഥവും വരാതിരിക്കാൻ ദൈവവചനം പറയുന്നുണ്ട്. ദൈവഭക്തന്മാരുടെ ചുറ്റും ദൈവദൂതന്മാരുടെ ഒരു സംരക്ഷണ വലയം, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു സംരക്ഷണ ഭിത്തിയുണ്ട്. അത് ആർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടായിരിക്കുന്നത്? അത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് അത് കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് അധരങ്ങളെ തുറന്ന് ഇരുന്നു കൊണ്ട് തന്നെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് പോരാ, അല്പം കൂടി ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ കർത്താവേ, ഒരു അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കണമേ, ഒരു വിടുതലിന്റെ വഴികളെ തുറക്കണമേ, ഒരു സൗഖ്യത്തിന് കാരണമാകണമേ, ഒരു നന്മയ്ക്കത് കാരണമാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനിയൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പ്രസംഗിക്കുകയാണ്. ഇതെനിക്ക് ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ്. പണ്ടെപ്പോഴോ ഞാനിത് പ്രസംഗിച്ചിട്ടുമുണ്ട്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എടുക്കുന്ന വചനമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യം. ഒരു കഥയാണ്. ബൈബിളിൽ യോത്തോം എന്ന് പറഞ്ഞ ഒരാൾ ഒരു കഥ പറഞ്ഞത് നിങ്ങളോട്. അതെന്തിനാ പറയുന്നതെന്ന് കേട്ടെ. എനിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു കഥയാണ്. ശ്രദ്ധിച്ചെല്ലാവരും കേട്ടെ. നിങ്ങളിന്ന് ഏറ്റവും പിറകിലാണേലും ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ മുന്നിലെത്തിക്കാൻ ദൈവത്തിന് പറ്റും. നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നോ? ഇന്നെവിടെയാണ് കിടക്കുന്നത്? ഏറ്റവും പുറകിലാണ്. പക്ഷെ ദൈവത്തിന് നിങ്ങളെ മുന്നിലെത്തിക്കാൻ പറ്റുമെന്ന് പറയാൻ ഒരു കഥ പറയുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യമാണ്. ഇത് പറയുന്ന പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. 7-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. യോത്താം ഇതറിഞ്ഞ് ഗെരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചുമ്മാ പറഞ്ഞതല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ്. ഒരു മലയുടെ മുകളിൽ കയറി. ഏതു മലയുടെ മുകളിൽ കയറി? ഗെരിസിം മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു. ഒരു മനുഷ്യൻ ഉച്ചത്തിൽ പറയണമെങ്കിൽ അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത്, ഉച്ചത്തിൽ പറയുന്നത്. സാധാരണ കാര്യമാണെങ്കിൽ ചുമ്മാ അവിടെ നിന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഇത് വളരെ ഗൗരവം കൊടുത്ത് വളരെ സീരിയസ് ആയിട്ട് യോത്തോം ഗെരിസിം മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വലിയൊരു പ്രസംഗം നടത്തുക. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ആര് പ്രാർത്ഥന കേൾക്കേണ്ടതിന്? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. ദൈവം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ എന്ന് യോത്തോം ഗെരിസിം മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ പുള്ളി പ്രസംഗിച്ചു. എന്നാ പ്രസംഗിച്ചത്? ഇനിയൊരു കഥയാണ്. നമുക്ക് കേട്ടാൽ ചിരി വരുന്നൊരു കഥയാണ്. ഇങ്ങനെ സംഭവിക്കില്ല, ഇത് വെറും കഥയാണ്. 8-ാമത്തെ വാക്യം. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. കഥപുസ്തകത്തിലെ കഥ പോലെ തോന്നും. ആരാ ഇപ്പൊ രാജാവിനെ വാഴിക്കാൻ തീരുമാനിച്ചത്? മരങ്ങൾ, പറമ്പിൽ നിൽക്കുന്ന മരങ്ങൾ പറയുക, നമുക്കൊരു രാജാവിനെ വേണമല്ലോ. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഒരു മന്ത്രി വേണം, ഒരു പ്രധാനമന്ത്രി വേണം, ഒരു പ്രൈം മിനിസ്റ്റർ വേണം, ഒരു രാജാവ് വേണ്ടേ? എഴുതിയിരിക്കണം, മരങ്ങൾ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ, ഒരു രാജാവിനെ, ഒരു പ്രധാനമന്ത്രി വേണം എന്ന് മരങ്ങൾക്കും വേണ്ടേ? രാജാവും മന്ത്രിയും രാജ്ഞിയും രാജാവും ഒക്കെ വേണ്ടേ? മരങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു രാജാവിനെ വേണം. അപ്പോൾ മരങ്ങൾ പറഞ്ഞു, ആരെ സമീപിക്കും? പ്ലാവിനോട് പറയണോ? തേക്കിനോട് പറയണോ? മരങ്ങളുടെ രാജാവാകാൻ യോഗ്യതയുള്ള മരമാണ് ഒലിവ്. അത് ഈ നാട്ടിലില്ല, നമ്മുടെ ഇവിടെയൊന്നും ആ മരമില്ല. ഒലിവ് മരത്തിന് ഒലിവെണ്ണ ഉണ്ടാകുന്നത് ഒലിവ് മരത്തിൽ നിന്നാണ്. അപ്പോൾ മരങ്ങൾ പറഞ്ഞു,
ഇവിടെ അതിനെ പറ്റിയ ആളില്ല. നമുക്ക് ഒലിവ് മരത്തോട് ചോദിക്കാം, നിനക്ക് ഇലക്ഷന് നിൽക്കാൻ തയ്യാറാണോ? നമുക്കൊരു രാജാവിനെ വേണം, നിങ്ങൾ രാജാവാണ്, ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. എന്നിട്ട് മരങ്ങൾ പോയി ചോദിച്ചു, ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവ് മരത്തോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഒലിവ് മരം. ഏത് മരം? ഒലിവ് മരം ഇവിടെ ഇല്ല. നിങ്ങൾ വലിയ യാത്രകളൊക്കെ ദൂരെ ഇസ്രായേലിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്, അവിടെ ഒലിവ് മരമുണ്ട്. ഒലിവ് മരം ഞാനും കണ്ടിട്ടില്ല. ഒലിവ് മരം, വർഷങ്ങൾ പഴക്കമുള്ള ഒലിവ് മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒലിവ് മരത്തിൽ നിന്ന് എന്തുണ്ടാകുന്നത്? ഒലിവെണ്ണ. വിലയുള്ളതാണ്. ഇവിടെയൊക്കെ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ ഒലിവെണ്ണ പോലും കിട്ടാൻ പാടാണ്. അത് വിലയുള്ളതാണ്. ഒലിവ്. അപ്പോൾ മരങ്ങൾ പറഞ്ഞു, നമ്മൾ ഈ പ്ലാവും തേക്ക് വീട്ടിയും തെങ്ങും ഒക്കെ വിചാരിച്ചാൽ ശരിയാകില്ല, നമുക്കൊന്നും. ഒലിവാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. അപ്പം ഒലിവ് മരം പറഞ്ഞു, ഒലിവ് മരം അവരോട് പറഞ്ഞു, ആ ഒലിവ് മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒലിവ് മരം ഇപ്പം വലിയ പുള്ളിയായി. പുള്ളി പറയാം, എനിക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ ഒലിവെണ്ണ ഉണ്ടാകുന്നത് ഞാനെന്ന മരത്തേന്നാണ്. അപ്പം എനിക്ക് ഇച്ചിരി പുള്ളി ഡിമാൻഡാക്കി, ഒരിക്കലും വലിയ പുള്ളി ഭാവം പാടില്ല, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കരുത്, അത് നിൻ്റെ ഉയർച്ചയ്ക്ക് എന്നും തടസ്സമാണ്. ഹല്ലേലൂയ. ഇനി എത്ര ഉയർന്നോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്നതല്ലാത്തൊന്നും ജീവിതത്തിലില്ല. ഈ ആയുസ്, ഈ ആരോഗ്യം, ഈ സമ്പത്ത്. പേഴ്സ് തുറന്ന് നോക്കിക്കുക എത്ര രൂപയുണ്ടെന്ന് അതിനകത്ത്. ഇപ്പം നോക്കണ്ട. പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അയ്യോ 10 രൂപ ഇരിപ്പുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഓട്ടോറിക്ഷ കൂലിയുള്ളൂ. ആ 10 രൂപ ദൈവം തന്ന അനുഗ്രഹമാണ്. 10 രൂപയോ? അതെ. അതിനകത്ത് 500 രൂപ 1000 ഇരിപ്പുണ്ടോ? 5000 രൂപ ഇരിപ്പോ? അത് ദൈവം, ആ പേഴ്സിനകത്തിരിക്കുന്ന ആ പൈസ ദൈവം തന്ന അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണത്. ഒലിവ് മരം ഇപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, ഒലിവെണ്ണ എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒലിവ് മരം വലിയ പുള്ളി പറഞ്ഞു, ഒലിവ് മരം പോയി, ആ സാധ്യത പോയി. അപ്പം മരങ്ങൾ ചിന്തിച്ചു, ഇനി ആരെ രാജാവാക്കണം? ആരാ ഉള്ളത്? ഇനിയും ഒലിവ് മരം ചെന്നത് എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു. അടുത്ത മരം ഏതാണ്? ഒന്നാമത് അവർ സമീപിച്ചത് ഒലിവ് മരത്തോടാണ്. ബൈബിളിൽ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്ന്. അപ്പോൾ ഒലിവ് മരം ചില്ലറയല്ല, ഒലിവിൻ്റെ തൈകൾ പോലും ചില്ലറയല്ല. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. ഒലിവ് മരം വലുതാണ്. അപ്പോൾ ഒലിവ് മരം തയ്യാറാകാത്തോണ്ട് വൃക്ഷങ്ങൾ ഇപ്പോൾ ആരെ സമീപിച്ചു? അത്തിമരത്തോട്. അത്തിമരം അതിനേക്കാൾ വലിയ ഗമയാണ് പുള്ളിക്ക്. അത്തിമരം പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ അത്തിപ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിലോയ്ക്ക് ഭയങ്കര രൂപയാണ്. അതെൻ്റെ ഈ മരത്തേന്നാണ് ഉണ്ടാകുന്നത്. അത് ഈ ഒലിവ് മരത്തേക്കാൾ ഡിമാൻഡാണ് ഇപ്പം അത്തിവരത്തിന്. അത്തിവൃക്ഷം പറഞ്ഞു കേട്ടെ, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. വൃക്ഷങ്ങൾ, പാവപ്പെട്ട കുറേ വൃക്ഷങ്ങൾ പറഞ്ഞു, അത്തിവൃക്ഷമേ നീ രാജാവാകുക, ഇലക്ഷന് നിൽക്ക്, ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം. അത്തിവൃക്ഷം പറഞ്ഞു. അത്തിമരം അവരോട് പറഞ്ഞു, അത്തിമരം പറഞ്ഞു, രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച്. രുചിയേറിയ, ചുമ്മാ ഉള്ള കാട്ടുപഴമല്ല, രുചിയേറിയ അത്തിപ്പഴമാണ് കായ്ക്കുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണം. എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. പുള്ളിക്ക് അതിനേക്കാൾ ഡിമാൻഡാണ്. അപ്പം വൃക്ഷങ്ങൾ വിചാരിച്ചു ഒലിവ് മരത്തിന് മാത്രമേ അഹങ്കാരമുള്ളൂ, അത്തി വൃക്ഷത്ത് അതിനേക്കാൾ വലിയ പുള്ളി പാവമാണ്. ഉടനെ വൃക്ഷങ്ങൾ തീരുമാനിച്ച് ഈ മരം ഒന്നും വേണ്ട, നമുക്ക് വേറെ വല്ല വള്ളിച്ചെടിയോട് ചോദിക്കാം. അപ്പോൾ അവർ അടുത്ത സ്റ്റെപ്പ് പോവുകയാണ്. അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു. മുന്തിരി മരമല്ല, മുന്തിരി ഒരു വള്ളിയാ, കോവല് പോലെ പടവലം പോലെ ഒരു വള്ളിയാ, പന്തലിട്ട് വളർത്തുന്നതാ മുന്തിരി. അപ്പം വൃക്ഷങ്ങൾ തീരുമാനിച്ച് ഈ ഒലിവ് മരത്തിനും അത്തിക്കുമൊക്കെ എന്നെ അഹങ്കാരമായി മാർക്കും. ഇമാരൊക്കെ വലിയ ആൾക്കാരാണ്, ഇമാരൊന്നും കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ലോ. നമുക്ക് ആ മുന്തിരിയോട് ചോദിക്കാം. മുന്തിരിയുടെ അടുത്ത് മുന്തിരി ചെടിക്ക് അതിനേക്കാൾ വലിയ ഡിമാൻഡാണ്. മുന്തിരി പറഞ്ഞ്, നിങ്ങൾക്കറിയുമോ വൈൻ അത് ഞാനെന്ന ഈ വള്ളിയില ഉണ്ടാകുന്ന വല്ലതും അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പോയ വൃക്ഷങ്ങൾ നോക്കുമ്പോൾ ഇവന്മാരെല്ലാം പിടിച്ചാൽ കിട്ടാത്ത വലിയ പുള്ളികളാണ്.
ഇതാരാ വിളിച്ചു പറഞ്ഞത്? ശെഖേം നിവാസികളോട് യോത്തോം ഗരിസിം മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞ കാര്യമാണ് പ്രസംഗിക്കുന്നത്. വായിച്ച് അടുത്തത്. അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, അപ്പോൾ അവർ മുന്തിരിച്ചെടിയോട് ചോദിച്ചു. നീ മുന്തിരിച്ചെടി മരമൊന്നുമല്ല, വള്ളിയല്ലേ, ഇതിന് അഹങ്കാരമില്ലെന്നോർത്ത് എന്ന് ചോദിച്ചു. നീ വന്ന് ഞങ്ങളുടെ മേൽ നീ വന്ന് രാജാവായി വാഴാൻ പറ്റുമോ? മുന്തിരി ചെടിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ വീഞ്ഞുപേക്ഷിച്ച് ആ വീഞ്ഞ് ഞാൻ എൻ്റെ ഈ വള്ളിയല മുന്തിരി ഉണ്ടാകുന്ന ഇത് പറിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ കൂട്ടിവെച്ച് ഇതിനെ വൈനാക്കി മാറ്റിക്കഴിഞ്ഞാൽ വലിയ വലിയ ആ രാജാക്കന്മാരെയും ദേവന്മാരെയും പോലെയും പ്രീതിപ്പെടുത്തുന്ന അവർക്ക് സന്തോഷം തരുന്ന വീഞ്ഞ് അറിയാൻ പാടില്ലെങ്കിൽ എൻ്റെ ഈ വള്ളിയല ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ്. ഇനി അടുത്തത് ഇവർ ആരോടാ ചോദിച്ചതെന്നറിയാമോ? ആർക്കും വേണ്ടാത്ത മുൾച്ചെടിയോട് ചോദിച്ചു. വൃക്ഷങ്ങൾ ചോദിച്ചു. വലിയ മരങ്ങൾ ചെന്ന് നിലത്ത് കിടക്കുന്ന മുൾച്ചെടിയോട് ചോദിച്ചു, ഹലോ മുൾച്ചെടി, നിനക്ക് രാജാവാകാൻ പറ്റുമോ? അത്ഭുതം, വായിച്ചു നോക്ക്. അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു. മുൾപ്പടർപ്പ്, അയ്യോ, നമ്മുടെ വീട്ടിലൊരു മുൾപ്പടർപ്പുണ്ടെങ്കിൽ പുല്ല് കരിയുന്ന മരുന്ന് ഒഴിച്ചതിനെ ഉണക്കിക്കളയും. മനുഷ്യൻ ചവിട്ടി നടക്കുന്നത് ആ മുള്ള് വടി കൊണ്ട് അടിച്ച് ഇല്ലാതാക്കും, അല്ലെങ്കിൽ കത്തിച്ച് കളയും, തീയിട്ട് കളയും. അതാ മുൾപ്പടർപ്പ്. മുള്ളിനോട് ചോദിച്ചു, നിനക്ക് പറ്റുമോ? അപ്പോൾ മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുക. ഇപ്പോൾ രാജാവായത് ആരാ? ഇപ്പോൾ ആരാ രാജാവായത്? ഒന്നുമല്ലാത്ത നിലത്ത് കിടന്ന മുൾപ്പടർപ്പ് ഇപ്പോൾ അവരുടെ തണലിൽ, ഇപ്പം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഏറ്റവും പിറകിൽ കടന്ന മുൾപ്പടർപ്പാണിപ്പം മരങ്ങളുടെ രാജാവായി മാറിയത്. ജീവിതത്തിൽ ഉയരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? വലിയ ഉള്ളിയാണെന്ന ഭാവം കളയുക. എൻ്റെ അത്രയും വലിയ വീട് ആർക്കുണ്ട്? ഞങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളവർ ആർക്കുണ്ട്? ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ഈ പള്ളിയിലെ ഏറ്റവും വലിയ ആൾക്കാർ ഞങ്ങളാണ്. ഈ ഭാവം കള. എന്നിട്ട് ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്ക്. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ബൈബിൾ എളിമയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത്, താഴ്ന്ന നിലത്തെ നീരോടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതെന്തിനാ ഇത് പ്രസംഗിച്ചെന്നറിയാമോ? ഇന്ന് നിങ്ങൾ എത്ര പിറകിലായാലും ദൈവത്തിന് നിന്നെ മുന്നിലെത്തിക്കാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് എത്ര പിറകിലാണേലും ഒന്ന് വിശ്വസിച്ച്, ഇന്ന് എത്ര പിറകിലാണേലും ദൈവത്തിന് എന്നെ മുന്നിലെത്തിക്കാൻ പറ്റും. ആമേൻ. ഒന്ന് കരങ്ങൾ താഴ്ത്തിക്കേ. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇന്ന് എത്ര പിറകിലാണേലും, ഇന്ന് എവിടെയാണ് പിറകിലായത്? എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് കളറില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് അത്രയും പേരുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇന്ന് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ പിറകിലാണോ? എന്തിനാ ഇത് പ്രസംഗിച്ചെന്നറിയാമോ? ഇന്ന് ഏറ്റവും പിറകിൽ കിടന്ന മനുഷ്യൻ്റെ ചവിട്ട് കൊണ്ട് കിടന്ന മുൾപ്പടർപ്പ് ഇപ്പോൾ വൃക്ഷങ്ങളുടെ രാജാവായി നിൽക്കുകയാണ്. ഏറ്റവും പിറകിൽ കിടന്നവനെ ഏറ്റവും മുന്നിൽ കൊണ്ടുവന്നത് കണ്ടോ? ഇത് എൻ്റെ ജീവിതമായിരിക്കും ചിലം പ്രസംഗിക്കുന്നത്. ചിലപ്പോൾ നാളുകളിൽ നിങ്ങളുടെ സാക്ഷ്യം ഇതായിരിക്കും. ചിലപ്പോൾ പലരുടെ സാക്ഷ്യം ഇതായിരിക്കും. പലരും പറയില്ലേ, എൻ്റെ കുടുംബക്കാരൊക്കെ എന്നെ ചവിട്ടിക്കൂട്ടി എല്ലാം ഒതുക്കി, എന്നെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, വളർത്തുന്നില്ല. നാളെ ചിലപ്പോൾ നിങ്ങളായിരിക്കും പലരുടെയും മുമ്പിൽ നിൽക്കുന്ന മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പാണെന്ന് വിചാരിച്ച് അവഗണിക്കാൻ വരട്ടെ, ചിലപ്പോൾ അതിൻ്റെ തണലിലായിരിക്കും നമ്മൾ നാളുകളിൽ അഭയം തേടേണ്ടി വരുന്നത്. മുൾപ്പടർപ്പാണെന്ന് വിചാരിച്ച് പലരെയും നമ്മൾ അവഗണിച്ചിട്ടുണ്ട്. പുള്ളിക്കാൻ എന്നാ കഴിവാവുള്ളേ? എനിക്കറിയാവുന്ന ഒരു അമ്മ തൻ്റെ മകൻ വിവാഹം കഴിച്ച ആ മകളോട് പറയുമായിരുന്നു, നിൻ്റെ സഹോദരൻ കെട്ടിയ ആൾക്ക് കളറുണ്ട്, നിനക്ക് കളറില്ല, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, നിനക്കതിന് ശമ്പളമുള്ള ജോലിയുണ്ട്. ഓ, ആട്ടും തുപ്പും കൊണ്ട് അവഗണിക്കപ്പെട്ട് മനസ്സ് മുറിഞ്ഞ ആ പെൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം കാലോടഞ്ഞ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ മാസങ്ങളോളം കൂടെ നിന്ന് വാരി കൊടുക്കാനും ടോയ്ലറ്റിൽ കൊണ്ടാകാനും കുളിപ്പിക്കാനും അവസാനം ആ മുൾപ്പടർപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. ആ അമ്മ തന്നെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, മോളെ എന്നോട് നീ വെറുപ്പൊന്നും വെച്ചോണ്ടിരിക്കല്ലേ,
ആശുപത്രി കിടക്കെ പറഞ്ഞു, ഇന്ന് നമ്മൾ ആരെയും മുൾപ്പടർപ്പായി കാണരുത്. ചിലപ്പോൾ നാളുകളിൽ നമ്മൾ നിൽക്കുന്നത് ആ വ്യക്തിയുടെ തണലിലാണെങ്കിലോ ദൈവത്തിന് മുൾപ്പടർപ്പായി എന്നെ ഉയർത്താൻ പറ്റും, മുൾപ്പടർപ്പായ നിന്നെ ഉയർത്താൻ പറ്റും. ഇന്നും പറ്റിച്ചേർന്ന് മണ്ണിക്കിടക്കുന്നൊരവസ്ഥയാണ്. എല്ലാവരുടെയും പോലെ വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ, എല്ലാവരെ പോലെ സാമ്പത്തികം എനിക്കില്ലല്ലോ, എല്ലാവരെ പോലും ഞാൻ ഈ മുൾപ്പടർപ്പ് പോലെ തന്നെയാണല്ലോ. പക്ഷേ പലരുടെയും മുമ്പിൽ ദൈവം നിന്നെ നിർത്തുന്ന ഈ വാക്ക് മറക്കരുത്. ഈ ആദ്യ വെള്ളിയാഴ്ച കേട്ട വാക്ക്, താഴെ ഇരിക്കുന്നവർ, വരാന്തയിൽ ഇരിക്കുന്നവർ, സൈഡിൽ ഇരിക്കുന്നവർ, ക്ഷീണത്തോടെ ഇരിക്കുന്നവർ മറക്കരുത്. ഇന്ന് ഏറ്റവും പിറകിലാണേലും ദൈവത്തിന് നിന്നെ മുമ്പിൽ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാ ഈ വാക്യത്തിലൂടെ മനസ്സിലാകേണ്ട ഒരു സത്യം. എല്ലാ കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എവിടെയാ നിങ്ങൾ പുറകിലായി പോയത്? എവിടെയൊക്കെയോ നിങ്ങൾ പുറകിലായി പോയിട്ടുണ്ട്. അത് വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് പലരെയും. ചിലർക്കൊക്കെ ഡിപ്രഷൻ തന്നെ വന്നു കഴിഞ്ഞു. ഡിപ്രഷൻ ആവശ്യത്തിലധികം സങ്കടങ്ങളെ ചുമക്കുന്നവരുടെ മനസ്സാ ഡൗണായി പോകുന്നത്. അതിന് പറയുന്ന പേരാ ഡിപ്രഷൻ. മനസ്സ് കയ്യിൽ നിൽക്കുന്നില്ല, മനസ്സ് കൈവിട്ടു പോകുന്നു, മരിക്കണമെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകുന്നു. പിറകിലായി കിടക്കുന്ന നിന്നെ മുന്നിലെത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ള സത്യം മറന്നു പോകല്ല്. എവിടെയാ തകർന്നു പോയത്? എവിടെയാ പരാജയപ്പെട്ടു പോയത്? ഒന്ന് എല്ലാവരും മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എവിടെയൊക്കെയോ സാമ്പത്തികത്തിൽ തകർന്ന് തരിപ്പണമായി മുൾപടർപ്പ് പോലെ പറ്റി തകർന്ന് നിലത്ത് കിടക്കുവായിരുന്നു. കടം കയറി തകർന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മടുത്തു, സമാധാനമില്ലാതെ പിറകിലായി. എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച്, പിറകിലായി പോയ എന്നെ, പിറകിലായി പോയ എന്നെ, നിന്നെ എന്തിനു കൊള്ളാവടി, നിന്നെ എന്തിനു കൊള്ളാവടാ, നിന്നെപ്പോലും നിനക്കൊരു കഴകത്തില്ലല്ലോ, നിനക്ക് എന്നാണ് ബുദ്ധിയുണ്ടോ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ, നീ ഇങ്ങനെ ഒരു കഴിവില്ലാത്തവനായി പോയല്ലോ എന്നൊക്കെ നിങ്ങളെയോ എന്നെയോ നോക്കി ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വ്യർത്ഥ വാക്കുകളെ അല്ല ദൈവവാക്കുകളായി കൊണ്ടു നടക്കേണ്ട ദൈവവാക്ക. യോത്തോം എന്ന് പറയുന്ന വ്യക്തി ഗരിസി മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ പറഞ്ഞത്, ഇന്ന് മുൾപടർപ്പ് പോലെയാണെങ്കിൽ, ഇന്ന് ആർക്കും വേണ്ടാതെ എഴുതി തള്ളിയാലും, പലരും ചവിട്ടിക്കുത്തി തള്ളിക്കടന്ന ജീവിതമാണേലും, നിന്റെ തണലിൽ പലരും അഭയം തേടുന്ന സമയം വരും. മുൾപടർപ്പ് പറയുവാ, നിങ്ങൾ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അതിന് മുൾപടർപ്പിന് എവിടെയാ തണൽ? ദൈവം നിന്നെ അനുഗ്രഹിച്ച് മുന്നിലെത്തിച്ചിരിക്കും. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? പിറകിലായിപ്പോയ വ്യക്തികളുണ്ട്, പിറകിലായപ്പോൾ യുവാക്കളുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ബാലരമയിൽ വന്ന എപ്പോഴോ ഒരാഴ്ചയിൽ വന്നൊരു കഥയല്ല, വേദപുസ്തകത്തിലെ ജീവനുള്ള വാക്കുകളാണ് പ്രസംഗിക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ഉയർത്തിയ കരങ്ങളുണ്ടല്ലോ, ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന കൈകളാണ്. ഇത് ദൈവാനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്ന കൈയാണ്. ഇത് അനുഗ്രഹം വരുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വരാൻ ഞാൻ ഉണ്ടാക്കിയ പാലമാണിത്. ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തെ മേടിച്ചെടുക്കുന്ന ഒരു പാലമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഓരോ കൈകളും. എന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തെ അനുഗ്രഹം അടുത്തു വരാൻ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന പാലമാണ് ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരം. മടുപ്പ് കൂടാതെ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മുൾപടർപ്പായ എന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉണ്ട്. ഉപകാരമില്ലാത്ത ഒന്നും കായ്കൾ ഉണ്ടാകാത്ത മുൾപടർപ്പിനെ ഇപ്പൊ രാജാവാക്കി മാറ്റിയിരിക്കുന്നു. കർത്താവ്, എന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്, എന്നെ ശക്തനാക്കുന്ന ദൈവമുണ്ട്, എന്നെ ആശീർവദിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ ജീസസ്. ഒന്ന് പറയാമോ? ഉയർമലയോ സമവരിയോ ഇരടിലും നീരേ. ഒരു നിമിഷം നിങ്ങൾക്കിതൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇത് ഇഷ്ടമുള്ളവർ എഴുന്നേറ്റ് നിന്നാൽ മതി. പക്ഷേ എനിക്കൊരു കാര്യം ഇത് പറയാനുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടോ, നിലത്തിരിക്കുന്നവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അവിടെ തന്നെ ഇരുന്നോ, നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ, നോ പ്രോബ്ലം. നിങ്ങളിവിടെ ഇരുന്നോ, ഇരിക്കേണ്ടവരൊക്കെ ഇരുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ. നിങ്ങൾ കേട്ടോ,
നിലത്ത് കിടന്ന മുൾപ്പടർപ്പിപ്പോൾ ആരായി? രാജാവായി. ഇത് ബൈബിളിനകത്തെ ഒരു കഥയാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ മുൾപ്പടർപ്പ് ഞാനാണോ എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, ഈ മുൾപ്പടർപ്പ്, ഈ ഭാര്യ എന്ന നിലയിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ആയിരിക്കും, ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ആയിരിക്കും, ആരൊക്കെയോ നിങ്ങളിങ്ങനെ എല്ലാവരുടെയും ചവിട്ടുകൊണ്ട് ആട്ടും തുപ്പും കൊണ്ട്. പക്ഷെ നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് കാണുന്നവരെക്കാൾ മുമ്പിൽ എത്തിച്ചു നിർത്തുന്നത്. ആ മുൾപ്പടർപ്പിൽ എന്നാ ഉള്ളത്? മുള്ളു മാത്രമേ ഉള്ളൂ. അതിൽ അത്തിപ്പഴവും കായ്ക്കുന്നില്ല, ഒലിവെണ്ണയും കിട്ടത്തില്ല, അതിലൊന്നും പറയത്തക്ക ഒന്നുമില്ല, ഒരു കായും അതിലുണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് നിന്നെയാണെങ്കിലോ ഉയർത്താൻ പദ്ധതിയുള്ളത്. ആ നിൽക്കുന്ന കണ്ട് രണ്ട് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എവിടെയാ സഹോദരി നിങ്ങൾ പുറകിലായി പോയത്? എവിടെയാ അമ്മേ നിങ്ങൾ വീണുപോയത്, താണുപോയത്? പാട്ടുകാരൻ ചുമ്മാ ഒരു പാട്ട് പാടിയതല്ല. ദൈവത്തിന് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ഇവിടെ നിൽക്കുന്ന നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഒരു നല്ല കാര്യം കൂടി ഇതിനോട് ചേർന്ന് പ്രസംഗിക്കാനുണ്ട്. ചെറിയ കാര്യം ആ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. അതായത് പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ ഉള്ളത്. വിശ്വസിക്കാൻ പറ്റുമോ? ഞാനൊരു അനുഭവം ആദ്യം അങ്ങ് പറയാം. ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനായ കൂലിവേലയ്ക്കൊക്കെ പോകുന്നൊരു മകൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സുഹൃത്തെ, നിങ്ങളുടെ മകൻ എന്തുവാ ജർമ്മൻ പഠിക്കുവാണോ? അതെ, എൻ്റെ ഒരു കുടുംബക്കാരൻ അച്ഛൻ ജർമ്മനിയിലാണ്, പക്ഷെ പുള്ളി പോലും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബക്കാർ ആ രാജ്യത്തുണ്ട്. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞങ്ങളുടെ ആരുമില്ല, ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ വെറുതെ വർഷം കളയണ്ട കേട്ടോ, പഠിക്കുമൊന്നും വേണ്ട കേട്ടോ, വേറെന്തെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞു. അപ്പം ഈ സഹോദരൻ, ഈ ചെറുപ്പക്കാരൻ, ഈ ശുശ്രൂഷ ഞാൻ പറയുമല്ല, പരസ്യം പറയുമല്ല, സാക്ഷ്യമല്ല, എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് വചനം ഇങ്ങനെ കേൾക്കുന്ന ഒരാളായിരുന്നു തന്നെ. അത് കേട്ടിട്ടാണ് പുള്ളി ഇങ്ങനെ വരുന്നത്. അത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മകൻ അത്രയേലും ചെയ്യുന്നുണ്ടല്ലോ, ഒരു വചനം ദിവസവും കേൾക്കുന്നുണ്ട്. അവൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങനെ ആകുമ്പോൾ ഒച്ച കേൾക്കാം, ഇതിങ്ങനെ ഉറക്ക വച്ചിരിക്കുന്ന ഒച്ച കേൾക്കാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, ഇത് കേൾക്കുന്നുണ്ടല്ലോ. അമ്മ പറഞ്ഞിട്ടൊന്നുമല്ല, ജർമ്മൻ ഭാഷ പഠിച്ച് ഈ കൊച്ചു ജർമ്മനി പോയി. അവിടെ ഒരാളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ജർമ്മൻകാരനായ ഒരു അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലാണ്. ഇവിടെ നമ്മുടെ മലയാളികളുടെ വീട്ടിലല്ല നിൽക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന പോലെ ആ വീട്ടിൽ പെരുമാറാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പോലെ പാത്രം ഇട്ടെടുത്തിട്ട് വസ്ത്രം മടക്കി വെച്ചാൽ മടക്കി വെച്ചു, അങ്ങനെ അവരുടെ സിസ്റ്റം നമ്മൾ പഠിച്ച് നിൽക്കണം. നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു അടുക്കും ചിട്ടയും നല്ല വൃത്തിയൊക്കെ വേണം. ആ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് വന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് ചെന്നാൽ ഒരു ജർമ്മൻ പള്ളിയാണ് അവിടെ. ഞാൻ ചുമ്മാ മനസ്സിലാകാൻ പറയും, ഇംഗ്ലീഷ് പള്ളിയാന്ന് പോലും, ഒരു പള്ളി, ജർമ്മൻ പള്ളി. അവിടെയുള്ള ആരെയും ഇവൻ അറിയത്തില്ല, ഒരു പരിചയമില്ല. അവൻ അവിടെ ഒരു ദിവസം പോയി ഇവിടെ കുർബാനയുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ അവൻ താമസിക്കുന്ന വീട്ടിലെ ആൾക്കാരൊന്നും ഇങ്ങനെ പള്ളിയിൽ പോടാനല്ല. അവൻ എല്ലാ ദിവസവും അവിടെ പോകുമ്പോൾ കുർബാനയുണ്ട്, മനസ്സിലാകൂല എല്ലാം ഒന്നും. അവിടെ ഒരു വയസ്സായ ഒരച്ഛനാണ് അവിടെ ഇരിക്കുന്നത്, വയസ്സായ ഒരച്ഛനാണ് ഇരിക്കുന്നത്. വലിയ പ്രായമുള്ള അച്ഛനാണ്, അധികം ആക്റ്റീവ് അല്ല, മിണ്ടത്തൊന്നുമില്ല അധികം, സാധാരണ പോലെ. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഉള്ള ഭാഷയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പോയ ഈ മകൻ ആ അച്ഛനുമായി നല്ല സൗഹൃദമായി. ചില കാര്യങ്ങൾ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. നോർമൽ അങ്ങനെ സംഭവിക്കേണ്ടതല്ല, ഒരു ബന്ധമായി കുറച്ച് നാളുകൾ കൊണ്ട്. ഒരു ദിവസം ആ അച്ഛന് വയ്യാണ്ടായി, ക്ഷീണം വന്നു, ആരോഗ്യ പ്രശ്നം വന്നു. അപ്പം എല്ലാം ചെയ്തു കൊടുത്തത് ഇവനാണ്. ഈ
നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരാളാണ് അച്ഛൻ എല്ലാം ചെയ്തു കൊടുത്തത്. ചില സമയങ്ങളിൽ ഒരു ദിവസം അച്ഛൻ ഒരിക്കലും ഇവനോട് പ്രാർത്ഥിക്കണം അങ്ങനൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഇവന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇവൻ അന്ന് രാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ട വചനം അറിയാവുന്ന പോലെ പറഞ്ഞ് അച്ഛന് വേണ്ടി ഇവൻ പ്രാർത്ഥിച്ചു. എന്തോ ഒരു ഗുരുത്വം. ആ പ്രാർത്ഥന അച്ഛന് അനുഭവമായി. അച്ഛനൊരു അനുഭവം. ഇവൻ കൊള്ളാലോ. പിന്നെ അച്ഛൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ അപ്പനും അമ്മേനെയും വീഡിയോ കോൾ കാണണം. വീഡിയോ കോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊന്നും അറിയില്ലെങ്കിലും വീഡിയോ കോൾ വന്നു. കുടുംബത്തോടൊരു ബന്ധമായി. പിന്നെ ഇപ്പം ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്നത് ഇപ്പോൾ അച്ഛനാണ്. പലർക്കും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. വചനം കേൾക്കുന്ന നിന്നിലൂടെ ആയിരിക്കും നാളെ ഒരു സമയത്ത് നിന്റെ വീടും ഭാര്യയും മക്കളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഇത് നേരിട്ട് കേട്ട ഒരു സാക്ഷ്യമാണ്. നേരിട്ട് വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ ചില നന്മകൾ ഉണ്ടായി വരും. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞ വചനം എന്നാണെന്നറിയോ? അല്പം മാവ് മുഴുവൻ മാവിനെയും പൊടിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്പം മാവ് ആരാ? ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്പം മാവ്. ആരാണ് ഇവിടെ പ്രാർത്ഥന, കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എന്തോ ഇടിയാണിവിടെ, എന്തോ ഒരു തിക്കും തിരക്കുവാ. അന്നേരം ഞങ്ങൾ കാണുന്ന എങ്ങനെയാ? ദൈവമേ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ഏതൊക്കെയോ കുറച്ച് മാവുകളത്. ആ വ്യക്തിയായിരിക്കും ആ വീടിനെ മുഴുവൻ ഒരു അനുഗ്രഹത്തിൽ നാളെ ഒരു സമയത്ത് എത്തിക്കുന്നത്. സത്യം പറഞ്ഞതാ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എവിടെയൊക്കെയോ ഒരു അനുഗ്രഹമായി മാറും. ചിന്തിക്കുവോ? ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയൊരു മകൻ, ഒരു സാധാരണക്കാരൻ, അതും ഭാഷയൊന്നും വലുതായിട്ടൊന്നും പറയാൻ അറിയത്തില്ലാത്ത ഒരാളെ ആ നാട്ടിൽ ചെന്ന് ഒരച്ഛൻ ഇഷ്ടപ്പെടുക, അവൻ്റെ കാര്യങ്ങൾ നടക്കുക, നിൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും സാമ്പത്തികം വേണമെന്ന് ചോദിച്ച് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ബന്ധം അങ്ങോട്ട് വേറെ ഒരു വിധത്തിലൊരു വലിയ അനുഗ്രഹമായി. പ്രാർത്ഥിക്കുന്ന ഈ മകൻ്റെ അപ്പച്ചനോടാ ചോദിച്ചേ, നിൻ്റെ കൊച്ചിനെ ജർമ്മനൊന്നും പഠിപ്പിക്കേണ്ട കേട്ടോ. എൻ്റെ കുടുംബത്തിലൊരച്ഛൻ ആ രാജ്യത്തുണ്ടായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കാര്യമില്ല. പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്ന് ഒരാൾ പറഞ്ഞത് വരെയാണ്. ഇപ്പോൾ ആ മുൾപ്പടർപ്പ് പോലെയാണ്. ഒരിക്കലും ഉയരത്തില്ല എന്ന് വിചാരിച്ചവൻ വേറൊരു രാജ്യത്ത് നല്ല നിലയിൽ, അത് നല്ല ഒരു വൈദികൻ, ഒരപ്പനെ പോലെ അവന് സഹായമായപ്പോൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സാമ്പത്തിക സഹായവും നാളുകളിൽ അത് വെളിപ്പെട്ട് വരും. അങ്ങനെയൊക്കെ ചില സൂചനകൾ വന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത, ഞാൻ ആധാരമായ വചനം പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യം. കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു. കർത്താവ് ആരോട് അരുളി ചെയ്തു? അബ്രാഹത്തോട് പറഞ്ഞു. അപ്പോൾ അബ്രാഹാം ദൈവത്തിന്റെ വാക്കു കേട്ടു. എന്നാ പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകും. ദൈവത്തിന്റെ വാക്കു കേട്ട അബ്രാഹത്തിന് എന്താ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്ന ഒരാൾക്ക് ഇന്ന് കിട്ടുന്ന അനുഗ്രഹവാ 12-ാം വാക്യത്തിൽ 2-ാമത്തെ വാക്യം എഴുതിയിട്ടുള്ളത്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ, നിന്റെ വാക്ക് കേട്ട നിന്നെ, ഏതേലും നിന്നെ അല്ല, എല്ലാത്തിനും കുറ്റവും പറഞ്ഞ് വിമർശിച്ച് തെറിയും പറഞ്ഞ് നടന്ന നിന്നെ അല്ല. പിന്നെ എന്നാ പ്രാർത്ഥന, എന്നാ ധ്യാനം, നിങ്ങൾ എവിടെ പോവുക, എന്തു പള്ളി, എന്തു വചനം, ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് നിന്നെ അല്ല. ദൈവത്തിൻ്റെ വാക്ക് ശിരസ് കുനിച്ചു കേട്ട അബ്രഹാമേ, നിന്നെ, ദൈവവചനം കേൾക്കുന്ന സഹോദര, നിന്നെ വലിയ ഒരു അനുഗ്രഹമാക്കും. ആമേൻ. നിന്നെ വലിയൊരു ജനതയാക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ, ഞാൻ നിന്നെ വലിയൊരു നിന്നെ എന്ന് പറഞ്ഞ ആരെയാ?
ദൈവത്തിൻ്റെ വാക്കുകേട്ട അബ്രഹാമേ, നിന്നെ വലിയൊരു ജനതയാക്കും. പിന്നെയോ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അതൊരു നല്ല വാക്കാണ്. ഐ വിൽ ബ്ലസ് യു. ആമേൻ. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് വിലയുണ്ട്. നിന്നെ ദൈവം തരുന്ന അനുഗ്രഹത്തിന് വിലയുണ്ട്. വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് വചനം കേൾക്കുന്നവരുണ്ട്. സ്ഥലത്തിന്റെ പ്രമാണം കയ്യിലെടുത്ത് വചനം കേൾക്കുന്നവരുണ്ട്. നിന്നെ അനുഗ്രഹിക്കും. അടുത്ത വാക്ക്, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അതൊരു നല്ല വാക്കല്ലേ? നിന്റെ പേര്. എന്താ നിന്റെ പേര്? ഓരോരുത്തരുടെ പേര് മനസ്സിലേക്ക്. എന്താ നിങ്ങളുടെ വീട്ടുപേര്? എന്താ പേര്? പലരും നിങ്ങളുടെ വീട്ടുപേരിനെ നോക്കിയിട്ടൊക്കെ മുഖം ഇങ്ങനെ ചുളിച്ചിട്ടുണ്ടോ? അതാണോ? ആ പുള്ളിയാണോ? അതാണോ? നമ്മൾ പരിഹസ്യമുണ്ട്. പക്ഷെ നിന്റെ പേര്, നിന്റെ വീട്ടുപേരും പേരും ദൈവം മഹത്തരമാക്കും. വിശ്വസിക്കുന്നു. ആരുടെ പേരും ആരുടെ വീട്ടുപേരുവാ? പ്രാർത്ഥനയില്ല, വിശ്വാസവുമില്ല, എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് ദൈവമില്ല എന്ന് മൈക്കെടുത്ത് പ്രസംഗിച്ചവൻ്റെ പേരല്ല. ദൈവത്തിൻ്റെ വാക്കുകേട്ട അബ്രാഹാമേ, നിന്റെ പേര് മഹത്വമുള്ളതാക്കി മാറ്റും. അടുത്ത വാക്ക് ഭയങ്കര ഒരു വാക്യമുണ്ട്. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ എങ്ങനെ? ദൈവത്തിൻ്റെ അനുഗ്രഹം, വചനം കേട്ടതിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിലൂടെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അനുഗ്രഹമാകണം. കേട്ടോ? ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാകണം. ഭാര്യ എന്ന നിലയിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളൊരു അനുഗ്രഹമാകണം. വേദനയാകല്ല്. ഒന്നും കൂടെ വിശ്വസിച്ച്, നീ ഒരു അനുഗ്രഹം. നിങ്ങളെന്ന വ്യക്തി ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു അനുഗ്രഹമായിരിക്കണം. നിങ്ങൾ കൈ കൊടുത്ത ഒരു വ്യക്തി, കൈ കൊടുത്തിട്ട് എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? ആ കൈ കൊടുത്ത വ്യക്തി നിങ്ങളിലൂടെ വേറൊരാൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ വീട്ടിൽ കയറി ചെന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചിറങ്ങിപ്പോകുമ്പോൾ ആ വീട് ഒരു അനുഗ്രഹമാകണം. ആ മനുഷ്യൻ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചത് ഒരു അനുഗ്രഹമായി. ആ പുള്ളി കൈ തന്ന് എന്നോട് പറഞ്ഞ വാക്ക് അതേപടി നിങ്ങളൊരു അനുഗ്രഹമാകണം. ആരുമാകട്ടെ. അടുത്ത വാക്യം, അവിടെ അവസാനത്തെ വാക്യം വായിച്ചേ, 3-ാമത്തെ വാക്യത്തിന്റെ അവസാനം, നിന്നിലൂടെ. അവിടെ നിർത്തിക്കേ. അവിടെ ഒരു മലയാള വാക്കാണ് നിന്നിലൂടെ എന്ന് പറഞ്ഞ്. ഏതാ വാക്ക്? നിന്നിലൂടെ. ആ വാക്ക് നേരെ തിരിച്ചിട്ട് എന്നിലൂടെ. അമ്മ എന്ന നിലയിൽ എന്നിലൂടെ, ഒരു വൈദികൻ എന്ന നിലയിൽ എന്നിലൂടെ, ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്നിലൂടെ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നിലൂടെ. ഏതെന്നിലൂടെ? ഏതേലും എന്നിലൂടെയല്ല. പിന്നെ എല്ലാത്തിനും പുച്ഛിച്ച് കളിയാക്കി ചിരിച്ച് എന്നിലൂടെയല്ല. ദൈവത്തിന്റെ വാക്ക് കേട്ട അബ്രഹാമേ, നിന്നിലൂടെ. ദൈവവചനം കേട്ട ആ വ്യക്തി വേറൊരു രാജ്യത്ത് ചെന്ന് ആ വ്യക്തിയിലൂടെ ഇന്ന് ആ വീട് അനുഗ്രഹിക്കപ്പെട്ടത്. ഏതോ നാട്ടിൽ ചെന്നിട്ട് നിന്നിലൂടെ, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രായമായവർ മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവതി യുവാക്കളുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നിൽക്കുന്ന ചില യുവതി യുവാക്കളെ കാണുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതോ അമ്മമാർ, ഏതോ അപ്പന്മാർ ചിന്തിക്കുന്നുണ്ട്, ഇതേ പ്രായമുള്ള എൻ്റെ കൊച്ച് ഇതുപോലെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഇതേ പ്രായമുള്ള എൻ്റെ മകൾ ഇതുപോലൊന്നും വന്നില്ലല്ലോ. നിങ്ങളെ നോക്കി ചിലർ അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അതേ പ്രായമുള്ള മകനും മകളും ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ട്. പക്ഷെ അവർ വന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, അവരെതിരാണ്. നിങ്ങളെ കണ്ണ് നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്, ആ വാക്യം മറക്കരുത്, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ദൈവം ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാക്കുമെന്നല്ല, നിന്നെ ദൈവം ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാക്കും. ആ വാക്ക് മറക്കുമോ? എന്നെ എൻ്റെ പ്രശ്നത്തിന്റെ ഭാഗമാക്കുന്നല്ല, പ്രശ്നത്തിന്റെ പരിഹാരമാക്കി മാറ്റും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കേ. നിന്നിലൂടെ. ആ വാക്ക് മറക്കുമോ? ആരിലൂടെ?
പ്രാർത്ഥിക്കുന്ന എന്നിലൂടെയാ നാളെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. വചനം കേൾക്കുന്ന നിങ്ങളുടെ മക്കളിലൂടെയാ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ ആള്, ആ വീട്ടിലെ ആൾക്കാർ പറഞ്ഞു, എൻ്റെ വീട് മുഴുവൻ വഴക്കാണ്, എൻ്റെ വീട്ടിലെ ജീവിത പങ്കാളി മദ്യമൊന്നും കഴിച്ച് വഴക്കും തേറി ചീത്തയും പ്രശ്നമായി, എനിക്ക് പേടിയുണ്ട് എൻ്റെ പിള്ളേരും അതേ വഴിക്ക് പോകുമോ എന്ന് പേടിയുള്ള അമ്മമാരുണ്ട്. പക്ഷേ ഈ വാക്ക് സത്യമാ. ഒളിച്ചും ബാത്ത് വരുന്ന ആ അമ്മ ഈ ഡെയിലി ബ്ലെസ്സിങ് ഒന്നുമില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, വചനം വായിക്കുമായിരുന്നു. ആ മക്കളിന്ന് പഠിച്ച് കടല് കടന്നുപോയി. ആ വീടിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ കഴിയത്തക്ക വിധം ആ മക്കൾ ആ വീടിൻ്റെ അനുഗ്രഹമായി. ഇവിടെ ഇരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട്, ഭർത്താവില്ലാത്ത അമ്മമാരുണ്ട്, ഭർത്താവില്ലാത്ത സ്ത്രീകളുണ്ട്. ഇവിടെയുണ്ട്, ഇരിപ്പുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞവരുണ്ട്. എൻ്റെ ഭർത്താവിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിവാഹമോചനത്തിന് കത്ത് കൊടുത്തിരിക്കുക, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഭാര്യ ഉപേക്ഷിച്ച് പോയവരുണ്ട്, മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്, പല വിധത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കളിലൂടെ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നോക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന മുൾപ്പടർപ്പ് പോലെ അങ്ങ് അടിയിലാണ് കിടക്കുന്നത്, നിലത്താണ് കിടക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് നിന്നെ ഒന്നാമതെത്തിക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഒന്നും കൂടി ഓർത്തേ, ഞാൻ ഈ വചനം പറയുന്നത്, ഒന്നുമില്ലാത്ത കൂലിവേലയ്ക്ക് പോകുന്ന ഒരു ചേട്ടൻ പഠിപ്പിച്ചുള്ള പൈസയെല്ലാം മുടക്കി ഭാഷയും പഠിപ്പിച്ച് B1 B2 പഠിച്ച് കുറേ നാൾ ഇവിടെ നിന്ന് പോകാൻ ഇതൊന്നും കിട്ടാതെ നിന്ന് അവിടെ പോയി വേറൊരാളുടെ വീട്ടിൽ നിന്ന് യാദൃശ്ചികമായി ആ വീട്ടിൽ ബുദ്ധിമുട്ട് കൊണ്ട് എവിടെയാ പള്ളിയുള്ളതെന്ന് നമ്മുടെ നാട്ടിലെ പോലെ പോയി നോക്കിയപ്പോൾ ഒരു പള്ളി കൊണ്ട് അവിടെ അനക്കമൊന്നുമില്ല, ഇവിടെ കുർബാന നടക്കുന്ന സ്ഥലമാണോ എന്ന് പോലും തോന്നിയില്ല. പക്ഷേ അവിടെയൊക്കെ എഴുതി വെച്ച ബോർഡ് വായിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ രാവിലെ കുർബാനയുണ്ട്. ഒരു പ്രാവശ്യം പോയി, 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി. പതുക്കെ അവിടെയുള്ള അച്ഛനെ പരിചയപ്പെട്ടു. അത് ബന്ധമായി. ആ അച്ഛൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാ കാര്യത്തിനും ഇവൻ കൂടെ നിന്നു, എടുത്തു കൊടുത്തു, മരുന്നെടുത്തു കൊടുത്തു. ഒരു മകൻ അപ്പന് വേണ്ടി ചെയ്യുന്നത് ഒരു നിമിത്തം ഒന്നും പ്രതീക്ഷിച്ചില്ല. അതൊരു വലിയ അവനിലൂടെ ഇന്ന് ആ വീടിന്ന് വലിയ അളവിൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. വചനം കേൾക്കുന്ന പ്രിയരെ, നഷ്ടമാണെന്നൊന്നും പറഞ്ഞേക്കല്ല, ഇതൊന്നും ഗുണമില്ലെന്ന് പറയരുത്. ഇതൊക്കെ പാഴായിപ്പോയി, ഇത് ബഹളവാ, ഇവിടെ ഒച്ചയാ, ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടല, ഇതൊക്കെ ബിസിനസ് അല്ലേ എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇവിടെ ഒരു നേർച്ചപ്പെട്ടി പോലും ഇല്ല. ഈ ആലയത്തിനകത്ത് പുറത്ത് ഒരു നേർച്ചപ്പെട്ടി പോലും നിങ്ങൾക്ക് അധികം കാണാൻ കഴിയില്ല. 1 2 നിങ്ങൾക്ക് കാണാം. അത് തന്നെ കണ്ടാൽ വലിയ കളറൊന്നുമില്ല, അത് കണ്ടാൽ പോലും അറിയില്ല. അത് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചു, ഇത് ചെറുതേനീച്ചയുടെ പെട്ടിയാണോ? ഇത് ആ കറുത്ത് പടച്ചിരിക്കുക, അതിനകത്തൊന്നും അധികം പൈസ ആരും ഇടുന്നുമില്ല. ഇത് ബിസിനസ് അല്ല, ഇത് ബിസിനസ് അല്ല. ഇവിടെ ഒരു പണികൾ നടക്കുന്നില്ല, ഇവിടെ ഒന്നും പണിയാനില്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ഈ ഇറങ്ങി ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നതാണ് സമ്പത്ത്. ആളുകളിങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ, മുഖത്തിങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി ആ ഓട്ടോറിക്ഷ കയറി വീട്ടിൽ പോകുന്നു, വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിലേക്ക് പോകുന്നു, ബസ്സിൽ കയറി പല ദേശത്തേക്ക് പോകും. ആ നിങ്ങളുടെ പ്രാർത്ഥന, ആ സന്തോഷമാ സമ്പത്ത്. ഒത്തിരി പേര് ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? ഇത്രയും പേർക്ക് എങ്ങനെയാ ഭക്ഷണം വെറുതെ കൊടുക്കുന്നത്? ഇന്നുവരെയും 1 രൂപയ്ക്ക് ഒരാളോട് ദശാംശം ചോദിക്കേണ്ടതോ സ്തോത്രക്കാഴ്ച ഇടാവോ എന്ന് ചോദിക്കേണ്ടതോ നിങ്ങൾ ഈ അൾത്താരയിൽ നിന്ന് പ്രസംഗിച്ചത് കേട്ടിട്ടില്ല. ഒരു ടോക്കിൻ്റെയും അടിയിൽ താഴെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ പൈസയുടെ ആവശ്യമില്ല, ആവശ്യത്തിന് ദൈവം നല്ലപോലെ തരുന്നുണ്ട്. വായ്പ വാങ്ങാൻ ഇടവരില്ല, കൊടുക്കുവാൻ ദൈവം സമൃദ്ധി തരുമെന്ന് പറഞ്ഞു. എത്രയോ പേരെ, എനിക്ക് തോന്നുന്നു എത്ര ലക്ഷം രൂപ ഇവിടെ ഉള്ളതിൽ നിന്നൊരു പങ്കെടുത്ത് ഇവിടെ കണക്ക് ചെയ്യുന്നത് ആൾക്കാരോട് ചോദിച്ചാൽ അവർ കണക്ക് ഇവിടെ പ്രദർശിപ്പിക്കും. ഞെട്ടിപ്പോകുന്ന പണം തന്നതിൻ്റെ എത്രയോ പേരുടെ കണ്ണുനീരൊപ്പാനും വീടിൻ്റെ പണിക്കുമായി സഹായിച്ചു. ഒന്നിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ഒന്നിനും. എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പറയരുത് ഇതൊക്കെ തട്ടിപ്പാണ്, ഇതെല്ലാം ബിസിനസ്സാണ്, ഇതൊക്കെ ഇമാർ പഠിച്ച പണി 18 പഠിച്ച് ഇത് 19ാമത്തെ പണിയായിട്ട് ഇറങ്ങിയിരിക്കുവാന്ന് ചിന്തിക്കരുത്. ഇത് ബിസിനസ് അല്ല, ഇത് ശുശ്രൂഷയാണ്. ഇത് ശുശ്രൂഷയാണ്. ഇവിടെ നിൽക്കുന്ന ബാഡ്ജ് ധരിച്ച് ആരും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരല്ല, ആരും വീടും കൂടും ഇല്ലാത്തവരുമല്ല. എല്ലാവരും ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉള്ളവരാ. കുറച്ചു പേര് മാത്രമേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ, വളരെ കുറച്ചു പേർ. വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. കണ്ണുകളെ ഒന്ന് അടച്ചേ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് പറയുക, വായ്പ വാങ്ങാൻ ഇടവരിയേല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി തരും. ഇന്ന് മുൾപ്പടർപ്പ് പോലെയാ, അങ്ങ് തകർന്ന് കടം കയറി പറ്റ
തകർന്ന് നിലത്തെത്തി. ഇനി കയറാൻ പറ്റുമോ അച്ചോ? ഇനി രക്ഷപ്പെടാൻ പറ്റുമോ? ബൈബിൾ പറയുന്നു, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. കയറി വരുന്നേ. സർവശക്തനായ ദൈവമല്ലേ നിന്റെ കൈപിടിച്ചിരിക്കുന്നേ. മനുഷ്യൻ പറയുന്ന വ്യർത്ഥവാക്കന്ന, ഓ അതൊന്നും ശരിയാകത്തില്ല, നീ നിൻ്റെ പണി നോക്കി, നീ നിൻ്റെ വീട്ടിൽ പോടി എന്നൊക്കെ പറയുന്നവരുണ്ട്. നീ നിൻ്റെ വീട്ടിൽ പോടി, പുള്ളി ശരിയാകാൻ പോകുന്നില്ലെന്ന്. അത് മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടായൊരു വ്യർത്ഥവാക്കാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം ദൈവത്തിൽ നിന്ന് കേട്ട ആ വാക്ക് കേട്ട അബ്രാഹത്തോട് ദൈവം പറയുമാ, അബ്രഹാമേ, നിന്നിലൂടെ നിൻ്റെ വീട്ടിലുള്ള 4 പേര് രക്ഷപ്പെടും എന്നല്ല പറഞ്ഞത്. അബ്രഹാമേ, നിൻ്റെ പഞ്ചായത്തിലുള്ള 450 പേര് രക്ഷപ്പെടും എന്നല്ല പറഞ്ഞത്. അബ്രഹാമേ, നിൻ്റെ ദേശത്തുള്ള 4000 പേര് അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത്. അബ്രഹാമേ, വചനം കേട്ട അബ്രഹാമേ, വചനം സ്വീകരിച്ച അബ്രഹാമേ, നിന്നിലൂടെ ഭൂമുഖത്തുള്ള ഭൂമിയിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും എന്നാ പറഞ്ഞേ. 40 പേര് അനുഗ്രഹിക്കപ്പെടുമെന്നോ 450 പേര് അനുഗ്രഹിക്കപ്പെടുമെന്നോ 4000 പേര് അനുഗ്രഹിക്കപ്പെടുമെന്നോ അല്ല. ഈ ഭൂമുഖം മുഴുവൻ അനുഗ്രഹത്തിന്റെ ആ വ്യാപ്തി കണ്ടോ? അനുഗ്രഹത്തിന്റെ ആ അളവ് കണ്ടോ? എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയേ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി. ആമേൻ. ചേർന്ന് പറഞ്ഞു. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി. എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല, ആവശ്യങ്ങളും മുടങ്ങുകയില്ല. ചേർന്ന് പാടിയേ. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളും. ഒരു കരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു നിമിഷം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളെല്ലാവരും സാധാരണക്കാരല്ലേ? നമ്മളെല്ലാം വെറും പച്ചയായ മനുഷ്യന്മാരാണ്. ആരും വലിയ പുള്ളികളൊന്നുമില്ല. ആരാ വലിയ പുള്ളികളുള്ളത്? ആരും വലിയ പുള്ളിയല്ല, ഞാനും വലിയ പുള്ളിയല്ല. നമ്മളെല്ലാം തുല്യരാണ്. ഞാൻ പ്രസംഗിക്കുന്നത് വലിയ പുള്ളി ആയതുകൊണ്ടല്ല, നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് വേണ്ടി കൂടിയാണ്. ഇതെനിക്കും ആവശ്യമായി ഇതെല്ലാം. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. ഉയർമലയായാലും എന്നാ വലിയ പ്രശ്നമായാലും എന്നാ ചെറിയ പ്രശ്നമായാലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര മുൾപ്പടർപ്പ് പോലെ താന്നാലും ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ നിങ്ങളുടെ കൊല്ലം സ്കൂളിലായിരിക്കും, കോളേജിലായിരിക്കും, ഹോസ്റ്റലിലായിരിക്കും. ഇവിടെ ഇരുന്നും വിശ്വാസം, നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ വീട് ഉയരണം. നിങ്ങളുടെ മക്കൾ പോലീസ് പിടിച്ചെന്നോ, നിങ്ങളുടെ മക്കളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടുന്നോ, നിങ്ങളുടെ പിള്ളേർ ആരുടെ കൂടെ ഇറങ്ങി അങ്ങ് ഗോവയ്ക്ക് പോയത് കേട്ടല്ലോ എന്നോ, ഊട്ടിയിലോട്ട് പോയത് കണ്ടല്ലോ എന്നോ ഒന്നും ആരും പറയാനിടവരരുത്. പിന്നെ എന്നാ വേണം? നമ്മളോട് 100 പേരൊന്നും പറയണ്ട, 10 പേരേലും നമ്മളോട്, അപ്പനോട് അമ്മയോട് പറയട്ടെ, പിള്ളേരൊരു അനുഗ്രഹമാകട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമമൊന്നും കണക്കെടുക്കണ്ട. നിങ്ങളുടെ പിള്ളേരൊരു അനുഗ്രഹമാണെന്ന് നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ നിങ്ങളോട് പറയാൻ ഒരു സമയം ഉണ്ടാകണം. നിങ്ങളുടെ പള്ളിയിലെ കൈക്കാരൻ, നിങ്ങളുടെ ദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ആ ഒരു നേതാവ്, ആ വീട്ടിലെ ചേട്ടൻ, അല്ലെ ആ പള്ളിയിൽ പോയ ചേച്ചി എപ്പോഴേലും കാണുമ്പോൾ നിങ്ങളോട് പറയട്ടെ, സഹോദരി വിഷമിക്കണ്ട കേട്ടോ, നിങ്ങളുടെ പിള്ളേരൊരു അനുഗ്രഹമാണ്. ഒരമ്മയും മകനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ പ്രായമായ ഒരാൾ വന്ന് അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, നീ ഒരു രാശിയുള്ളവനാകട്ടോ. അതൊരു സാധാരണ ഭാഷയാണ്. നീ ഒരു ഭാഗ്യമുള്ളവനാ, കളയല്. നിനക്ക് കിട്ടിയ സ്വർണ്ണപാത്രം പോകുന്ന വഴിക്ക് ചാണകക്കുടിയിലിട്ടിട്ട് പോയേക്കല്ലേ, അത് സ്വർണ്ണപാത്രമാണ്. നിങ്ങൾ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം കമ്പ് കൊണ്ടുപോയി വെക്കും, കുറേ കാണാൻ വലിയ ഭംഗിയില്ലാത്ത കുറേ കമ്പ് കൊണ്ട് വെക്കും. അതിൻ്റെ മുകളിലായി ഇവിടെ കിടക്കുന്ന പഞ്ഞിയും കോഴിത്തൂവലും മെത്ത പോലെയുള്ളതെല്ലാം പെറുക്കി അതിൻ്റെ മുകളിൽ കൊണ്ട് അടുക്കി വെക്കും. എന്തിനെന്നറിയാമോ? അതിൻ്റെ മുട്ടയെ സൂക്ഷിക്കാൻ. ആ മുട്ടയ്ക്ക് മുകളിൽ അത് അടയിരുന്ന് അത് വിരിയിച്ചെടുക്കും. അതിനകത്തെല്ലാം ജീവനുണ്ട്.
നിങ്ങൾ കേൾക്കുന്ന വചനം അവിടെ ഇവിടെ ഇടരുത്. ഒരു പക്ഷി തൻ്റെ മുട്ട സൂക്ഷിക്കുന്നത് പഞ്ഞി പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടാണ്. അതുപോലെ ഒരുക്കമുള്ള മനസ്സിലിരിക്കട്ടെ. അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. അത് വിരിഞ്ഞ് നിനക്ക് തന്നെ ചിറകായിട്ട് മാറിക്കോളും. അതിന്ന് കുഞ്ഞു മുട്ടയാണേലും പേടിക്കണേ, അതിനകത്തൊരു ചിറകുള്ള പക്ഷിക്കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഓരോ വചനത്തിനകത്തും നിന്നെ ഉയർത്താനുള്ള ഒരു അനുഗ്രഹം ഇരിപ്പുണ്ട്. അത് വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമാവും. 2 കണ്ണുകളും അടച്ച് ഉയർമലയോ സമവെളിയോ ഇരതിലും നീരേ ദേവൻ. ചേർന്ന് പാടാമോ? ഉയർമലയോ സമവെളിയോ ഇരതിലും നീരേ ദേവൻ. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞ് ഉയർമലയോ സമവെളിയോ ഇരടിലും നീരേ ദേവൻ. ഇനി മലയാളത്തിലൊന്ന് പാടിയേ. മലർനിരയോ താഴ്വരയോ എവിടെയും അങ്ങാണ് ദൈവം. അതാ മലയാളത്തിലെ പാടിയേ. മലർനിരയോ താഴ്വരയോ എവിടെയും അങ്ങാണ്. ഇനി തമിഴിലൊന്ന് പാടിയേ. ഉയർമലയോ